മേ ഐ കം ഇൻ? ഞാൻ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കാണ് തീരെ നേരമില്ല. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കഴിയാം. യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് പോലീസിന് അങ്ങ് തലവേദനയാണല്ലോ. അതെന്താ വെച്ചാ അങ്ങനെ പറഞ്ഞത്? മറ്റൊരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായിട്ടുണ്ട്. ആൽക്കഹോളിക് വെതറാണല്ലോ പണിക്കരെ. ഞാനത് അങ്ങോട്ട് പറയായിരിക്കായിരുന്നു. ഒരു വനിതാ ഇൻഫ്ലുവൻസർ എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിച്ച ഇൻഫ്ലുവൻസർ SR ധന്യ ഹെലനോസ് പാട്ട എന്നാണ്. ഹെലനോസ് പാട്ട എന്നാണ് SR ധന്യ അറിയപ്പെടുന്നത്. ഇവള് നമ്മളെക്കാളും തറയടാ. വലിയ പ്രമുഖയായ ഇൻഫ്ലുവൻസർ ആണ്. ഞാൻ വിചാരിച്ച പോലെ അല്ല നീ, അതൊക്കെ മേലെ മേലെ. എന്താ സംഭവിച്ചത്? ഇനി എന്താ സംഭവിക്കാനുള്ളത്? എന്റെ മാനം കളഞ്ഞില്ലേ? കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. FIR-ൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ 66-ൽ റോഡിന് നടുവിൽ ഈ വാഹനം നിർത്തിയിട്ടുന്നു. ഇത് വെള്ളവടി സെറ്റപ്പ് തന്നെ. ഇത് കണ്ട് പോലീസുകാർ വന്ന് നോക്കുമ്പോൾ വാഹനം അമിത വേഗത്തിൽ ഓടിച്ചു പോകുന്നു. ഇഞ്ചിൻ എങ്ങനെ പറക്കാണ് ഏത് നമ്മളെ എയറോപ്ലെയിൻ വിട്ടേക്ക. പിന്നീട് പോലീസ് ഇവരെ പിന്തുടർന്ന് ബന്ദിയോടുള്ള ഭഗവതി നഗറിൽ വെച്ച് പോലീസ് പിടികൂടുന്നു. ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ? പറഞ്ഞാൽ വിശ്വസിക്കോ? പോലീസ് പിടികൂടി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ചെയ്യുമെന്ന് പറ മക്കളെ, അടിച്ച് ഫിറ്റ എണീറ്റ് നിന്ന് ഇങ്ങനെ ആടുക. ഈ ഇൻഫ്ലുവൻസർ ധന്യ വാഹനം ഓടിച്ചത് മദ്യപിച്ചുകൊണ്ടാണെന്നുള്ള പരിശോധനയിൽ 86 കാണിച്ചു. പരിശോധനയിൽ 86 കാണിച്ചു എന്ന് ഈ ഇതിൽ പറയുന്നുണ്ട്. അടിപൊളി. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. ദൈവം നേരിട്ട നമുക്കറിയാൻ കഴിയുന്നത് ഈ ഫൈൻ ഈടാക്കിയതിനു ശേഷം രണ്ടുപേരും ഓരോന്ന് പിടിപ്പിച്ചേ നമുക്ക് ഇരിക്കാം. വാഹനം അടക്കം ഫൈൻ ഈടാക്കിയതിനു ശേഷം വിട്ടു നൽകിയിരിക്കുകയാണ്. ഞാൻ എന്തിനു ജീവിക്കണം? ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച മാനം ഒരു നിമിഷം കൊണ്ട് പോയില്ലേ? അത് പിന്നെയും പോയാ? This program is sponsored by. ബാക്കി വിശേഷം വന്നിട്ട് പറയാം. വരട്ടെ.